അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീട്ടിലേക്ക് ഓർക്കും മാഷാ അല്ലാ. അപ്പോൾ മക്കളെ എന്താ പരിപാടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തങ്ങൾ ഉസ്താദിൻ്റെ വീട്ടിലേക്ക് പോകട്ടോ. അപ്പോൾ എന്തായാലും എന്തൊക്കെയാണ് ഏക്കർ എന്തൊക്കെ മേടിച്ചു പറഞ്ഞത് നിങ്ങൾ വിളിച്ചത കാര്യങ്ങൾ. ഒരു 3.5 ഏക്കർ പാവപ്പെട്ടവർക്ക് ഉസ്താദ് കൊടുക്കുന്നുണ്ട്. എന്താ പറയുക, പാവങ്ങൾക്ക് വീട് കയറ്റാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എന്താണെന്നൊക്കെ പോയി നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി കണ്ടന്റ് ഇടുന്നതുകൊണ്ട് ജസ്റ്റ് പോയി നോക്കുക, അത് കാണിച്ചിരിക. അർഹതപ്പെട്ടവർക്ക് ആ സ്ഥലങ്ങളും കാര്യങ്ങളും എത്താൻ വേണ്ടിയിട്ട് നമ്മളും ഒപ്പമുണ്ട് എന്നറിയിക്കുക. അത്രേ ഉള്ളൂ. എന്തായാലും പോയോക്കട്ടെ. മക്കളെ ഇതാണ് ഉസ്താദ് നമ്മൾ ആറ്റക്കോയത്തങ്ങൾ 300 അങ്ങനെ 300 സെൻറ്റിന് 350 സെൻറ്റ് അങ്ങനെയൊക്കെ കാര്യങ്ങൾ നമുക്കറിയില്ല. മേടിച്ച സ്ഥലം കേട്ടോ. അതും പാവങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം. നമ്മൾ മുന്നേതാ തങ്ങളെ മുന്നേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജിൽഷാദുണ്ട്, ബാദുണ്ട്, അങ്ങനെ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും മാഷാ അല്ലാ, ഇത് ഒരു സെൻറ്റ് ഉണ്ടാക്കണമെങ്കിൽ എത്ര റുപ്യ ആവും നമുക്ക് അറിയാനുള്ളൂ. ഒരു സെൻറ്റിന് അത്യാവശ്യം ഉണ്ടാക്കണം എത്ര റുപ്യ. പാവങ്ങൾക്ക് സ്ഥലങ്ങൾ മേടിച്ച് കുട്ടികൾക്ക് വേണ്ടി ഡബ്ബറിടാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. മനസ്സിലായോ? ഇപ്പോൾ മാഷാ അല്ലാ, അങ്ങനെ ഓരോരുത്തർക്കും കൊടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചേക്കാൻ മതി എങ്ങനെയൊക്കെ കാര്യങ്ങളാണ്. ഒരു സെൻറ്റ് ഉണ്ടാക്കാൻ നമ്മൾ എത്ര റുപ്യ ഉണ്ടെന്ന് നമുക്കറിയുള്ളൂ. പക്ഷെ നമ്മൾ വാഗ്ദാനം 3 ഏക്കറാണ്. ഇത് അതിമനോഹരമായ സ്ഥലമാണ്. ഇതിപ്പോൾ എന്നോട് ഇപ്പോൾ കൊടുക്കുകയാണെങ്കിൽ എടുക്കാൻ ആളുണ്ട്. ലക്ഷങ്ങൾ ഓഫറുണ്ട്. ലക്ഷങ്ങൾ കിട്ടും നമുക്ക്. കാരണം 3 ഏക്കർ 3 ഏക്കർ അങ്ങോട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. 500 ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഇതെന്നൊക്കെ എനിക്കിൻ്റെ നൂറെ ഹബീബിൻ്റെ കുറച്ച് അടിമന്മാരും നൂറെ ഹബീബിൻ്റെ മുത്തുമണികളൊക്കെ ഉണ്ട്. ഞാനായിട്ട് ഉണ്ടാക്കിയ മുതലല്ല ഇത്. പക്ഷെ ഇതിൻ്റെ പൈസ ഉണ്ട്. ഇതിൻ്റെ വലിയൊരു എമൗണ്ട് ഇതിലുണ്ട്. അപ്പം നമ്മൾ പിന്നെ എല്ലാവരും പാടെ കൂടിയിട്ട് ഒരുപാട് പേരെ സഹകരിച്ചിട്ട് വാങ്ങിയതാണ്. അപ്പം എനിക്ക് സ്വന്തമായിട്ട് തീരുമാനം ഇല്ല. എനിക്ക് സ്വന്തമായിട്ടൊരു തീരുമാനമില്ല. അതിൻ്റെ കൂടെ പറപ്പിങ്ങളെ വിളിച്ചിട്ട് ഓരോടൊക്കെ സംസാരിച്ച് ഓരോ ഇഷ്ടപ്രകാരമാണ് കൊടുക്കുക. ഇത് കൊടുക്കുക. ഇത് ഒന്നുമില്ലെങ്കിൽ ഇൻഷാ അല്ലാ ഡിസംബർ 29-ാം തീയതി, അതല്ലെങ്കിൽ ഇൻഷാ അല്ലാ എൻ്റെ ഉമ്മാൻ്റെ ആണ്ടിൻ്റെ അന്ന് ലെവലിൽ എത്തുന്ന പേപ്പർ ആക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ ഒന്ന് തീരുമാനം ആയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. എന്നാ എപ്പോഴായെന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ അവർക്ക് നിൽക്കാനുള്ള ഒരു പെർമിറ്റ് മാത്രമേ കൊടുക്കുക, അതോ സ്ഥലം പോലെ പേരിലേക്ക് കൊടുക്കുക? സ്ഥലമുള്ള പേരിലേക്ക് കൊടുക്കില്ല. സ്ഥലം നമ്മളോലെ പേരിലേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഇത് വിൽക്കാൻ പറ്റില്ല. അവർക്ക് വിൽക്കാൻ പറ്റില്ല. 3 വർഷം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾക്ക് 3 വർഷം വരെ വീട് വെക്കാൻ സമയം കൊടുക്കും. ഈ 3 വർഷം വീട് വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ആ സ്ഥലം അവരൊക്കെ വാങ്ങിയിട്ട് വീട് വെക്കാൻ കഴിയുന്ന പാവപ്പെട്ട സിമക്ക് നമ്മൾ കൊടുക്കും. കാരണം സ്ഥലം നമ്മൾ കൊടുത്തത് അവിടെ വെച്ചിട്ട് താമസിക്കാൻ വീട് വെച്ച് ഒരുപാട് പാവപ്പെട്ടവരുണ്ടല്ലോ. മക്കൾ ഇതിനുള്ളിൽ കയറിയപ്പോൾ കേട്ടോ ഒരു ഇതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു അതുപോലെ തന്നെ ഇതിനിപ്പോൾ എന്താ പേര് പറയാ, വീടുണ്ടാക്കി തറയൊക്കെ കെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നിന്ന് നമ്മളെ പെരിന്തൽമണ്ണ പാലക്കാട് പോകുന്ന റോഡാണ്. മണ്ണാർക്കാട് പാലക്കാട് റോഡാണ്. അവിടെ നിന്ന് നടക്കും 1.5 കിലോമീറ്റർ ഉള്ളിൽ കയറിയിട്ട്. അപ്പോൾ എത്ര റുപ്യ സെൻറ്റിന് വരുന്നത് പറയേണ്ട ആവശ്യമില്ല. അത്രയും റോഡ് സൈഡിലാണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ചപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മളെ മലപ്പുറം റോട്ടിന് പോകാനുള്ളതും. അങ്ങനെ അവിടെ നിർത്തിയ സ്ഥലം അവരെ തങ്ങളെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എടുത്തുന്നാണ് പറഞ്ഞത്. തങ്ങളെ കുട്ടികൾക്ക് ഡബ്ബറിടാൻ വേണ്ടിയിട്ട് എടുത്തുന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒന്ന് ആലോചിച്ചു. നമ്മളെ പാവപ്പെട്ട കുറേ ആൾക്കാർ സങ്കടം പറഞ്ഞപ്പോൾ വീടിലാണ്. അപ്പോൾ നിങ്ങൾ ഒറ്റടിക്കല്ലേക്ക് ഒരൊറ്റ ഫാമിലിയായിട്ട് താമസിച്ചോ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും മാഷാ അല്ലാ, ഇതൊക്കെ ഒരു ഇത് തന്നെയല്ലേ. അപ്പോൾ അതിലിങ്ങനെ പറഞ്ഞപ്പോൾ എന്തായാലും നമ്മളൊരു വീഡിയോ എടുക്കാൻ വന്നതാണ്. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ, ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ അറിയണമല്ല. ചെയ്ത കാര്യങ്ങൾ മാത്രമല്ല അറിഞ്ഞിട്ട് കാര്യമില്ല. നല്ല കാര്യങ്ങൾ ആരൊക്കെ ചെയ്യുന്നത് നമുക്ക് എന്തായാലും അറിയണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകളാണ് വരുന്നത്. പക്ഷെ കൊടക്കാട് തങ്ങളെ 1 മാസമായിട്ടുള്ളൂ 15 കുട്ടികൾ. അപ്പൊ അൽഹംദുലില്ലാ ഈ സ്ഥലത്തിനൊന്നും ഒരു മഹ്ലൂക്കിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ സ്ഥലം വാങ്ങേണ്ട എത്തിയും കുട്ടികൾക്ക് പാവപ്പെട്ട സ്ഥലം വാങ്ങുന്നത് ഒരു മഹ്ലൂക്കിൻ്റെ 1 ഉറുപ്പ്യ ഞാൻ വാങ്ങിയിട്ടില്ല. അത് നിങ്ങൾക്ക് എവിടെ വാങ്ങിട്ടേക്കാം. എനിക്ക് കിട്ടുന്ന പൈസയിൽ നിന്നും എൻ്റെ കൂടപ്പറപ്പിങ്ങൾ കല്യാണത്തിൽ തന്ന പൈസയിൽ നിന്നും മെച്ചം വെച്ച ഒരാളിനോട് 1 ഉറുപ്പ്യ എത്ര ചോദിച്ചിട്ടില്ല. അതിൽ നിന്ന് കിട്ടിയ പൈസ, ആ പൈസ കൊണ്ടാണ് 1,90,00,000 ഉറുപ്പ്യൻ്റെ അടുത്ത് സ്ഥലത്തിന് ഏകദേശം 2 കോടി ഉറുപ്പ്യക്ക് 10 ലക്ഷം ഉറുപ്പ്യ
കുറവാണ്. അൽഹംദുലില്ലാ കുറച്ച് പൈസ നമ്മൾ ബാലൻസ് ഉണ്ട്. കുറച്ച് പൈസ അത് എപ്പോൾ വേണമെങ്കിലും നമ്മൾ കൊടുക്കാൻ. അതിൻ്റെ രജിസ്റ്റർ ഏകദേശമൊക്കെ അതും കഴിഞ്ഞു. ഇൻഷാ അല്ലാ ഇനി ഇത് കൊടുക്കലതേ ഉള്ളൂ. അത് ഇൻഷാ അല്ലാ നമ്മൾ കൂടെ പറപ്പിങ്ങളൊക്കെ വിളിച്ച് കൂട്ടിയതിന് ശേഷം തീരുമാനിക്കും. ഇപ്പം നിങ്ങൾ സ്ഥലമൊക്കെ ഒന്ന് ഇവിടുത്തെ നല്ല അതിമനോഹരമായ സ്ഥലമാണ്. ചുറ്റുപാട് ഒരുപാട് വീടുകളാണ്. ഒരുപാട് വീടുകളാണ്. ഇത് കിട്ടുന്നതിൽ ഭാഗമല്ലോ കേട്ടോ. ഇത് കിട്ടുന്നവര് പിന്നെ നമ്മൾ നല്ല അന്വേഷണം നടത്തും. ഒക്കെ നല്ലതാ. കാരണം വീഡിയോ കണ്ടില്ലേ ഒരു ബാത്റൂമിൽ കിടന്നുറങ്ങണത്. എന്തായാലും മക്കളെ നമ്മളെ സ്ഥലത്തേക്ക് വന്നിട്ട് സ്ഥലം കാണാൻ ഭയങ്കര രസം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു സെൻറ്റ് ഉണ്ടാക്കണമെങ്കിൽ എത്ര റുപ്യാവും നമുക്ക് മാത്രമേ അറിയുള്ളൂ. ആരോട് പറഞ്ഞാലും മനസ്സിലാവില്ല. സെൻറ്റ് ഉണ്ടാക്കാൻ എത്ര റുപ്യാവും, എത്ര രൂപ ചിലവ് കാര്യങ്ങൾ വരും നമുക്ക് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ ഉസ്താദ് 350 സെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഏക്കർ 3.5 ഏക്കറിലെ സെൻറ്റ് ഉസ്താദ് ഒരുപാട് 300 ഏക്കർ കറക്റ്റ് എനിക്കറിയില്ല കേട്ടോ. 300 ഏക്കറിന് മേലെ എന്തായാലും 300 ഏക്കറിന് മേലെ എന്തായാലും ഉണ്ട്. മാഷാ അല്ലാ അത് കുറേ കുടുംബങ്ങൾക്ക് കൊടുക്കാൻ പോവുകയാണ്. ഒരു 4 സെൻറ്റ് വെച്ചിട്ട് കൊടുക്കാൻ പോവുകയാണ് പാവപ്പെട്ട ആൾക്കാർക്ക്. ഉസ്താദ് മാഷാ അല്ലാ നല്ലൊരു ഇതാണ്. അപ്പോൾ എന്തായാലും കാര്യങ്ങളായിട്ടും ഉസ്താദിനെ കുറിച്ചിട്ട് എന്തായാലും ഒരുപാട് കുറേ തെറ്റുകൾ കുറ്റങ്ങൾ ഉസ്താദിന് വരുന്നുണ്ട്. പക്ഷേ ഒന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. ഉസ്താദ് എത്ര തെറ്റുകൾ ചെയ്യേണ്ടത്, എത്ര നല്ല ചെയ്യേണ്ടതെന്ന് നമ്മൾ നോക്കില്ല. തെറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഇതാക്കാനുണ്ട്. പക്ഷേ ഉസ്താദ് ഇത്ര നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത് തെറ്റ് ഇതിനാ ഇതുവരെ എൻ്റെ കണ്ണോട് കണ്ടിട്ടില്ല. നമ്മൾ തെറ്റ് ചെയ്താണ് എന്നെ കണ്ണോട് കണ്ട് പറഞ്ഞത്. പക്ഷെ ഇത് ഇങ്ങനെ മനുഷ്യന്മാരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ഉസ്താദിന് പക്ഷേ 300 സെൻറ്റ് കൊടുക്കുന്ന ഒരു കാര്യം ഒരാളോട് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. ഉസ്താദിന് ഇത് ലാഭമായിട്ട് എടുത്താൽ മതി. പക്ഷെ ഉസ്താദായി കിട്ടി ഒരുപാട് വരുമാനത്തിൽ കിട്ടിയ ഒരാളെ പിരിക്കാതൊന്നും കിട്ടിയിട്ട് പാവപ്പെട്ടെന്ന് മേടിച്ച സംഭവമാണ്. അങ്ങനെ എന്താ പറയുക. എന്തായാലും ഉസ്താദിനപ്പം അങ്ങനെ ഉസ്താദിൻ്റെ എല്ലാ മുതലുള്ള വീഡിയോസ് മൊത്തത്തിൽ നമ്മളെല്ലാത്തിനും കൂടെയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉസ്താദിൻ്റെ ഈ സ്ഥലത്ത് എന്താ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പാവപ്പെട്ടവർക്ക് ബാഗ്, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് സ്കൂൾ കൊണ്ടൊക്കെ വയ്യാത്തവർക്ക് എന്താ ഇപ്പോൾ ഒരു കാര്യം ഇവിടെ പറഞ്ഞത് വലത് കൈ പറഞ്ഞത് ഇടത് കൈ അറിയുന്നില്ല. അങ്ങനത്തെ എല്ലാ ഡയലോഗ് ഉണ്ടല്ലോ, നമുക്ക് അതിനെ കുറിച്ച് അറിയില്ല. എന്തായാലും മാഷാ അല്ലാ എന്തായാലും പൊളി കേട്ടോ. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നല്ല സ്ഥലങ്ങളാണ്. എന്തായാലും 300 ഏക്കർ അത്യാവശ്യം അറിയാലോ. എനിക്ക് എത്ര ഉണ്ടായിരുന്നു സ്ഥലങ്ങളൊന്നും കാണിച്ച സ്ഥലങ്ങൾ നല്ല വിശാലമായ സ്ഥലം കാര്യങ്ങൾ കാണാൻ എന്ത് രസമല്ല സ്ഥലങ്ങൾ വെച്ചിട്ടാ. മാഷാ അല്ലാ എന്തായാലും ലുക്ക് സ്ഥലങ്ങളാട്ടോ മാഷാ അല്ലാ. അങ്ങനെ ഈ വീട്ടിൽ തിരക്കുമ്പോൾ ചായക്ക് ഇവിടെ വന്നിട്ടാ. ചായക്ക് ചായ ലോർലീസാണ്. എന്തായാലും ഇങ്ങനത്തെ ഒരു അയൽവാസികൾ അങ്ങനെ ഒരൊറ്റ അയൽവാസി ഇങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള അയൽവാസികൾ ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമില്ലല്ലോ. മാഷാ അല്ലാ. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ നല്ല സ്ഥലം. അപ്പോൾ അതിൻ്റെ ഇടയിൽ തറേൻ്റെ ഡാമസ്റ്റ് കാണിച്ചു തന്നിരുന്നു. തറത്തിൻ്റെ കാര്യം അങ്ങനെ 300 ഏക്കർ ആണെങ്കിൽ പിന്നെ എത്ര ഉണ്ടാവും നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ, മനസ്സിലാവുമല്ലോ. ഞാൻ ഡബ്ബർ കാർഡും കാര്യങ്ങളൊക്കെ വരുന്ന സ്ഥലം കേട്ടോ. എന്തായാലും പുസ്തകം നമ്മളവിടെ കൂടെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ പശു ഫ്രീ അല്ല കേട്ടോ, പശു സ്ഥലം ബലാണ്. അപ്പം എന്തായാലും എന്താ പറയുക, എല്ലാവരും മലകളും കാടുകളും ഇറങ്ങിയ സ്ഥലത്തിൻ്റെ ഇടയിൽ കൂടെ ഒരു ഫാമിലി 10-100 ഉള്ളിൽ ഫാമിലി ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാ അത് റാഹത്തല്ലേ. മാഷാ അല്ലാ. അങ്ങനെ നോക്കല്ലോ. ഇതോടെ മെയിൻ റോഡ് വരുന്നത് നമ്മൾ വീഡിയോയിൽ പറഞ്ഞല്ലോ. ഈ മെയിൻ റോഡിൻ്റെ ഇത് നമ്മൾ പാലക്കാട് നിന്ന് മണ്ണാർക്കാട് പോകുന്ന ഉള്ളിൽ കയറി കേട്ടോ. ആ റോഡ് ഈ വഴിയാണ്. ദസ്ത വരുന്ന കാറിൻ്റെ റോഡാണ് കാണുന്നത്. ദസ്തൻ്റെ വണ്ടി കേട്ടോ. ഇത്രയും ഇതന്നെ ഒരു സെൻറ്റ് തന്ന 1,00,000 തന്നെ ഉണ്ട്, റേറ്റ് ഉണ്ട് പറഞ്ഞു. അവിടെ നിന്ന് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചൊക്കെ മതി. കാറ് ലോറി ബസ്സൊക്കെ പോയ വേറെ ഇതുണ്ട് കേട്ടോ, സ്ഥലമുണ്ട്. അപ്പോൾ അതിൻ്റെ താറ്റം കിട്ടി. നമ്മുടെ കാർ വരുന്നുണ്ട് ഗൈസ്. എന്തായാലും ഞാൻ പോയിക്കോളാം അവൾക്ക്. അങ്ങനെ ഇതാണ് സ്ഥലം. മാഷാ അല്ലാ. അത്രയും എന്താ പറയുക
ഇത്രയും ചെറിയ ഇടയിൽ നിന്നും ഇത്രയും വലിയ എന്തെങ്ങനെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ സെൻറ്റ് ഇതാ ഇതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ തന്നെ ആകെ കുറച്ച് ഇതുള്ളൂ. അതിന് 1 ലക്ഷം സെൻറ്റ് 1 ലക്ഷം 1.5 ലക്ഷം ഉറുപ്പിക കൊടുത്തെന്നാണ് പറഞ്ഞത്. അങ്ങനെ അത്രയും വലിയ സ്ഥലം മേടിച്ച് അപ്പം പറഞ്ഞ സ്ഥലം കേട്ടോ.